ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വാഴയിലയിൽ ചക്കയടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഈ ചക്കച്ചുള അരിഞ്ഞെടുക്കുകയാണ്. ചക്ക ഇതുപോലെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ചക്ക വേവിക്കണം. ഈ ഇല ഞാൻ വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തതാണ്. അങ്ങനെ വെയിലത്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ അത് മടക്കി എടുക്കുമ്പോഴത്തേക്കിന് പൊട്ടുകയില്ല. ഇപ്പം വെയിലൊന്നും ഇല്ലാത്ത അങ്ങനെ വെക്കാൻ പറ്റുകയില്ലാത്തവർക്ക് വാഴയില ഉണ്ടെന്ന് വരിയില്ലേ, അത് സ്റ്റൗവിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താലും മതി. ഇനിയും ചക്ക വേവിച്ചെടുക്കുകയാണ്. ഇത് 500 ഗ്രാം ചക്കയുണ്ട്, അതായത് 4 കപ്പുണ്ട്. ഇത് ചെറിയതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാനിപ്പോൾ ഉടനെ വെള്ളം ഒഴിക്കുന്നില്ല. വെന്തില്ല എന്ന് വരിയിൽ മാത്രം സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. ചക്കയ്ക്കകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ട്. ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ചക്കയിൽ നിന്ന് സ്വല്പം വെള്ളം ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചക്കയിൽ വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ഞാനൊരു 5 മിനിറ്റായി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കാം. സ്വല്പ നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. ഇടയ്ക്ക് തുറന്ന് നോക്കണം, ഇളക്കുകയും ചെയ്യണം, അടി പിടിക്കാതെ നോക്കണം. ഈ ചക്ക നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ചക്ക സ്വല്പം കുഴഞ്ഞിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വരിയിൽ മിക്സിയിലിട്ട് പൾസ് ചെയ്തൊന്ന് എടുത്താൽ മതി. ഞാൻ പക്ഷേ ഈ പാകത്തിന് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഒഴിക്കുകയാണ്. ശർക്കര ഒഴിക്കുന്നത് ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ശർക്കര ഒഴിക്കാൻ, അല്ലെങ്കിൽ ചക്കയുടെ വേവങ്ങ് ഒരുമാതിരി കല്ലിച്ചിരിക്കുന്ന പരുവത്തിൽ ആകും. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഇത് ഉരുക്കി അരിച്ചെടുത്തതാണ്. പിന്നെ ശർക്കര ചേർക്കുന്നത് ഓരോരുത്തരുടെയും മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ശർക്കരപ്പാനിയെ ചേർക്കുന്നുള്ളൂ. ഈ ശർക്കര ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിക്കുകയല്ല, നന്നായിട്ട് അത് ശർക്കരയിൽ വരട്ടിയെടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ടിത് വരട്ടിയെടുത്ത് ഇതിൻ്റെ ശർക്കരയിലെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞിട്ട് വേണം ഇതിൽ സ്വല്പം തേങ്ങ ചേർക്കാൻ. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ചക്കയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഒരു വരട്ടിയെടുക്കുന്ന പാകത്തിലായി. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി 1-2 മിനിറ്റും കൂടി വരട്ടിയെടുക്കുക. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത്. ഇതിൽ കൂടുതൽ ഫ്ലേവർ വേണമെന്ന് വരികിൽ നിങ്ങൾ സ്വല്പം കൂടി ഏലക്കായും ജീരകവും ചേർക്കാം. ഏലക്കായും ജീരകവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി അട ഉണ്ടാക്കാനായിട്ടുള്ള പൊടി കുഴയ്ക്കുകയാണ്. അരിപ്പൊടി കുഴയ്ക്കാൻ തുടങ്ങുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇച്ചിരി മയത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇലയിൽ പരത്തിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇനി ഇതിൽ സ്വല്പം വെള്ളം കൂടെ വേണം. ആവശ്യത്തിന് നല്ല പാകത്തിനാണ് ഇത് കുഴഞ്ഞ് വന്നിരിക്കുന്നത്. അട ഇനി ഇലയിൽ പരത്താൻ തുടങ്ങുകയാണ്. ചെറിയൊരു കൊഴുക്കട്ടയുടെ വലുപ്പത്തിലാണ് അരി കുഴച്ച മാവ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് സ്വല്പം വെള്ളം തൊട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. മാവ് പരത്തിയെടുക്കുന്നത് ഒരേ തിക്നെസ്സിലായിരിക്കണം. കനം കുറച്ചെടുത്താൽ വളരെ സോഫ്റ്റ് ആയിരിക്കും വെന്ത് കഴിയുമ്പോൾ. ഇലയുടെ ഷേപ്പ് അനുസരിച്ചാണ് ഇത് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ പരത്തുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ തിക്നെസ് തോന്നിക്കുന്നുണ്ടെന്ന് വരിയിൽ ഇതൊരു സ്വല്പം മാറ്റി ഇങ്ങെടുക്കാം. എന്നിട്ട് ഒരേ തിക്നെസ്സിൽ ആക്കിയെടുക്കാം. ചക്ക പരട്ടിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കരുത്, കാരണം പിന്നെ അത് ഇലയിൽ വെച്ച് പരത്താനായിട്ട് പ്രയാസം കാണും. ഇത്രയും ഇതുപോലെ ഈ പാകത്തിന് സോഫ്റ്റ് ആയിട്ടിരുന്നാൽ മതി. ഈ അടയുടെ ഒരു വശത്ത് മാത്രമേ ചക്ക വരട്ടിയത് വെക്കുന്നുള്ളൂ. അടയുടെ ഒരു വശത്ത് ചക്ക വെച്ച് ഇതുപോലെ പരത്തി എടുക്കുക. ഇനിയും ഈ അറ്റം ഇതിൻ്റെ മുകളിലേക്ക്
മടക്കി പിടിപ്പിക്കുക. ചക്കയുടെ അപ്പച്ചെമ്പിൽ വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ അപ്പച്ചെമ്പിലുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് വെക്കുകയാണ്. ഒരു കപ്പ് പൊടി കൊണ്ട് 5 അടയാണ് ഞാൻ ഉണ്ടാക്കിയത്. 3 എണ്ണമാണ് അപ്പച്ചെമ്പിൽ വെച്ചിരിക്കുന്നത്. അത് വെന്ത് കഴിഞ്ഞിട്ട് ഇതും കൂടി വേവിച്ചെടുക്കണം. 12 മിനിറ്റാണ് അപ്പച്ചെമ്പിൽ ഇത് ഇരുന്നത്. അട പരത്തുമ്പോൾ ഇതുപോലെ ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കുക.